കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു ഷോർട്ട് ടേം കോഴ്സിൽ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി ഒരു ബെറ്റർ ഓപ്ഷനാണ് എന്നുള്ള കാര്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണമെന്നും അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് അതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുക എന്നുള്ളത്, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരു ഷോർട്ട് ടേം കൊണ്ട് ഒരു 6 മാസം 1 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സ്. കാരണം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നമ്മളുടെ വീട് എടുക്കുക, ആ വീടിൻ്റെ ഒരു 10 വീട് സറൗണ്ടിങ് എടുക്കുക. ആ സറൗണ്ടിങ്സിൽ ഓരോ വീട്ടിലും 6 ഫോണ് അല്ലെങ്കിൽ 7 ഫോൺ ഇല്ലാത്ത ഒരു വീടുകൾ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 10 വീട് എടുക്കുകയാണെങ്കിൽ 70 ഫോണായി. ഈ 70 ഫോണിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് കംപ്ലൈൻറ്റ് വന്ന് അവരോടുള്ള റിലേഷൻഷിപ്പൊക്കെ നല്ല ഒരു രീതിയിൽ പറ്റുന്നവർക്ക് ഇത് പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു സോഫ്റ്റ് സ്കിൽ ഏരിയ, ഹാർഡ് സ്കിൽ ഏരിയ എന്ന് രണ്ട് പാർട്സ് ഉണ്ട്. ഇത് പഠിച്ചെടുക്കുന്ന സമയത്ത് അത് പിന്നീട് വഴിയെ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കിയിട്ട് തരും. അപ്പോൾ ഇതിൽ കസ്റ്റമറോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ നല്ല മിങ്കിൾ ചെയ്യുന്ന, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവർക്ക് എന്തായാലും അവരുടെ അടുത്തായിരിക്കും ഇതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഫോൺ കൊണ്ടുവരുന്ന റിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം അവർ എന്തായാലും ഈ കോഴ്സാണല്ലോ, ഇതിൻ്റെ എന്തൊരു ഓപ്ഷന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ വെള്ളം വീണ് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഇത് ഡൗട്ട് ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പുതിയ ഫോണുകൾ വരുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുക ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി മാത്രമല്ല ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. എവരിത്തിങ് നമ്മളെ മൊബൈൽ ഫോണിലായി. ക്യാമറ എടുക്കുന്നത്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതടക്കം ഐഫോണിലാണ്. അപ്പോൾ ക്യാമറനെ റീപ്ലേസ് ചെയ്യാൻ ഇത് കൊണ്ട് പറ്റും. പിന്നെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈൽ ഫോണിൽ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും. പക്ഷേ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ കംപ്ലയിൻസുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഫേസ് ID, ഫേസൊക്കെ നമ്മളെ ഫേസ് വെച്ചിട്ട് ഓരോ ആപ്സുകൾ ലോക്കാക്കാനും അല്ലെങ്കിൽ ഓപ്ഷൻസ് ലോക്കാക്കാനും നമ്മളെ ഫോൺ തന്നെ ഓപ്പൺ ആക്കാനൊക്കെ നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് പുതിയ ലേറ്റസ്റ്റ് ഫോണുകൾ. ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓരോരോ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കുള്ള ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി ഉള്ള ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ കംപ്ലൈൻ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അനന്തമായിട്ടുള്ള സാധ്യതകൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മൊബൈൽ ഫോൺ ടെക്നോളജിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതേപോലെ ഇത് പഠിക്കുന്ന +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള സ്റ്റുഡൻസിനടക്കം അല്ലെങ്കിൽ കുട്ടികൾക്കടക്കം ഓപ്ഷനായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് മൊബൈൽ ഫോൺ ടെക്നോളജി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് കുറച്ച് ഡിസിപ്ലിനും അതുപോലെ പേഷ്യൻറ്റും ഇതിന് നിർബന്ധമാണ്. കാരണം ഒരു ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവനക്ക് ചിലപ്പോൾ വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരു ഷോപ്പിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ മോർണിംഗ് തൊട്ടിട്ട് രാത്രി 8 മണി 8:30 വരെയൊക്കെ തന്നെയാണ്. ആ സമയം വരെ ഇത് കോഴ്സ് എടുത്ത് ഒരു വർക്കിന് പോകുന്ന ഒരു ടെക്നീഷ്യൻ അവൈലബിൾ ആവണം. കസ്റ്റമേഴ്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അവൈലബിൾ ആവണം. അതല്ലാതെ നേരെ ഓപ്പോസിറ്റ് ആവരുത്. നമ്മൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കസ്റ്റമേഴ്സ് വരില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും ഷോപ്പിൽ സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സ് എന്നുള്ള കാര്യം.